മാർക്സിസ്റ്റ് വിമത നേതാവിന് നേരെ വധഭീഷണി മുഴക്കി CPM നേതാവ് PM ആർഷോ. എറണാകുളം സ്വദേശിക്ക് നേരെയാണ് വധഭീഷണി മുഴക്കിയത്. PK ശശി അനുകൂലിയായ SFI മുൻ ഏരിയ സെക്രട്ടറിയും മണ്ണാർക്കാട് സ്വദേശിയുമായ ഷാനിഫിനെതിരെയാണ് ഭീഷണി. PK ശശിയെ ഒറ്റപ്പാലത്തും ഷൊർണൂരും മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് ആർഷോ പറഞ്ഞു. ആര്യമ്പാവ് വെച്ചാണ് 9:40 PM ആർഷയുടെ രണ്ടാമത്തെ നമ്പറിൽ നിന്നും എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നത്. ഞാനും അദ്ദേഹവും വളരെ വ്യക്തിപരമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് പോലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ബന്ധം വെച്ചിട്ടും ഇദ്ദേഹം എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വിളിക്കുകയാണ് എന്നുള്ള ധാരണയിലാണ് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ഇതാണ് കോൾ വന്ന ഡീറ്റെയിൽസ് ആണ്. വാട്സപ്പ് കോളാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അറ്റൻഡ് ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ആൾ PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കില്ല, ഷൊർണൂരും മത്സരിക്കില്ല. അദ്ദേഹം ഗവൺമെന്റിൽ നിന്നും മേടിച്ചെടുത്ത ആനുകൂല്യങ്ങൾ മുഴുവൻ ഞാൻ തിരിച്ചടപ്പിക്കും, അത് പൈസ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള പറഞ്ഞു. ഞാൻ ആ സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ PK ശശിയുടെ നമ്പറിൽ നേരിട്ട് തന്നെ വിളിച്ചു പറയുന്നതാവും നല്ലത് എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അദ്ദേഹം ഫുള്ള് സംസാരിക്കുന്നത് വ്യക്തമായിട്ടല്ല സംസാരിക്കുന്നത്, അദ്ദേഹം ഒരു നാവ് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അടുത്ത് നിന്ന് ആരോ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ച് ഇയാൾ പിന്നെ തെറിവിളി തുടങ്ങുന്നത്. തെറിവിളി വിളിച്ചപ്പോഴും ഞാൻ ബന്ധം പോകും എന്നുള്ള രീതിയിൽ ആദ്യം കുറച്ചു നേരം സംസാരിച്ച്, പിന്നീട് ഞാനും അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. പിന്നീട് അദ്ദേഹം കൊന്നു കളയും, എറണാകുളത്തൊന്ന് അന്വേഷിച്ചു ഒക്കെ, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ കുത്തിയിട്ടുണ്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കൊന്നുകളയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ നിൽക്കുന്നത്, മണ്ണാർക്കാട് നിങ്ങൾ എവിടെ നിന്നാലും ഞാൻ ആ സ്ഥലത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ചു സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി ചെയ്തു. 4 മിനിറ്റോളം ഇദ്ദേഹം ഈ പരിപാടി സംസാരിക്കുക തുടർന്നു. അതിനുശേഷം ഞാൻ കാഞ്ഞിരപ്പുഴ ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദിന്റെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇയാളെ പറഞ്ഞ് തിരുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. നിസാർ മുഹമ്മദ് വളരെ ഞാൻ അന്വേഷിച്ചതിന് ശേഷം ഞാനത് തീരുമാനം എടുത്തോളാം എന്നുള്ള രീതിയിൽ നിസാർ മുഹമ്മദ് പറയുകയും ചെയ്തു. ഇത് പണ്ടത്തെ ഒരു കാലഘട്ടമൊന്നുമില്ല. പണ്ടൊക്കെ ചിലപ്പോൾ ആളുകൾ കൊല്ലും തല്ലെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ 2026 ഈ സമയത്തൊക്കെ ഞാൻ പേടിപ്പിച്ചാലും ആർഷോ പേടിപ്പിച്ചാലും ആളുകൾക്ക് അതിനൊരു പുല്ല് വരെ ഉണ്ടാവുള്ളൂ. ആരും ഒന്ന് പേടിക്കുന്ന രീതിയിലുള്ള ആളുകളൊന്നുമല്ല. പിന്നെ ആർഷോ മനസ്സിലാക്കേണ്ട, ആർഷോ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പക്വത കാണിക്കേണ്ട, ഒരു നിലവാരം കാണിക്കേണ്ട രീതിയിലേക്ക് ആർഷോ മാറണം. CPMന്റെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. അയാളുടെ ഒരു വ്യക്തിത്വം, അയാളുടെ പക്വതയും കാണിച്ചുകൊണ്ട് മുന്നേറണം. ഈ വിഷയം സംഘടന കൂടെ ഗൗരവമായിട്ട് കാണണം എന്നുള്ളതാണ് നമുക്കൊരു വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. അസഭ്യവർഷവും നടത്തി. വാട്സപ്പ് കോളിലാണ് ആർഷോ വിളിച്ചത്. നേരത്തെ കഞ്ചാവ് ഉപയോഗിക്കുന്നതായി സൂചിപ്പിച്ച PK ശശി ആർഷോയെ പരോക്ഷമായി വിമർശിച്ചിരുന്നു. SFI മുൻ സംസ്ഥാന സെക്രട്ടറിയും നിലവിൽ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ആർഷോ. UTV ന്യൂസ്, പാലക്കാട്.